കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്സെറ്റും ഇൻ്റർവെൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാവരും ശരിക്കും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ ഗൂഗിൾ മീറ്റിലും അത് എടുത്തായിരുന്നു. ഇല്ല, അത് ഗൂഗിൾ മീറ്റിൽ എടുത്തില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. ആ സബ്സെറ്റിനെ ബേസ് ചെയ്ത് തന്നെ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു സെറ്റ് എ തന്നാൽ, എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നാൽ അതിൽ നമുക്ക് ഒരുപാട് സബ്സെറ്റുകൾ ഇടാം. സബ്സെറ്റുകൾ ഒരുപാടുണ്ട്. എ എന്ന് പറയുന്നൊരു സെറ്റ് തന്നാൽ നിങ്ങൾക്ക് ഒത്തിരി സബ്സെറ്റുകൾ എഴുതാം. അതായത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ് എഴുതാം, ഒരു എലമെൻറ്റ്സ് മാത്രം വരുന്ന സെറ്റുകൾ എഴുതാം, 2 എലമെൻറ്റ്സ് വരുന്ന സെറ്റുകൾ എഴുതാം. അങ്ങനെ ആ എയ്ക്കകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇപ്പോൾ 5 എലമെൻറ്റ്സ് ആണ്, 5 വരെയുള്ള സബ്സെറ്റുകൾ എഴുതാം. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സബ്സെറ്റുകൾ എഴുതാം. അങ്ങനെയുള്ള സബ്സെറ്റുകളുടെ എല്ലാം കൂടെയുള്ള സെറ്റ്, അതായത് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എയുടെ സബ്സെറ്റുകളെല്ലാം ഒരു സെറ്റിൻ്റെ അകത്ത് എഴുതിയാൽ, ഒരു സെറ്റിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് സെറ്റിൻ്റെ അകത്ത് ഈ സബ്സെറ്റുകളെല്ലാം കോമയുടെ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ സെറ്റാണ്. അപ്പോൾ സെറ്റിൻ്റെ അകത്ത് കുറേ സെറ്റുകൾ വരും. അപ്പം അങ്ങനെയുള്ള സെറ്റുകളുടെ കളക്ഷനാണ് പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ്, പവർ സെറ്റ് ഓഫ് ക്യാപിറ്റൽ ഡിനോട്ട് ചെയ്താൽ പി ഓഫ് എ എന്നാണ്. ടെക്സ്റ്റിൽ ഇച്ചിരി സ്ക്രിപ്റ്റ് ഇച്ചിരി സ്റ്റൈലിലൊക്കെ എഴുതുന്നത്, നിങ്ങൾ സ്റ്റൈലൊന്നുണ്ട്. പി എ ക്യാപിറ്റൽ എഴുതാൻ പി ഓഫ് എ, പവർ സെറ്റ് ഓഫ് എ, പി ഓഫ് എ, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്, അതിനാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റ്, എ ഈക്വൽ ടു സെറ്റ് 1 ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകൾ നമ്മൾ എഴുതിയാൽ, ഒന്നുമില്ലാത്ത സെറ്റ് എല്ലാത്തിൻ്റെ സബ്സെറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. 5 ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഏത് സെറ്റ് എന്നാലും അതിൻ്റെ എല്ലാ സെറ്റാണ് ഈ 5, നൾ സെറ്റ് 5. അപ്പോൾ ഒന്നുമില്ലാത്ത സെറ്റ് എഴുതി. ഇനി ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റ്, സെറ്റ് 1 മാത്രമേ ഉള്ളൂ എഴുതിയത്. ഈ 2 സെറ്റുകളാണ് എയുടെ സബ്സെറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് സെറ്റിന്റെ അകത്ത് ഈ 2 സബ്സെറ്റുകളും കോമ ആയിട്ടാണ് എഴുതിയാൽ മതി. ഇതാണ് പവർ സെറ്റ് ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റ് 1 ആണെങ്കിൽ അതിന് 2 സബ്സെറ്റുകൾ, 5ഉം ആ സെറ്റും. അപ്പം അത് രണ്ടും കൂടെ സെറ്റിന്റെ അകത്ത് എഴുതുമ്പോൾ കിട്ടുന്നതാണ് ആ സെറ്റിന്റെ പവർ സെറ്റ് പി ഓഫ് എ. ഇനി എ എന്ന് പറഞ്ഞാൽ അല്ലെ ബി എഴുതാം. എന്നോ ബി എന്താണെങ്കിലും കുഴപ്പമില്ല. സപ്പോസ് ബി ഈസ് ഈക്വൽ ടു അടുത്ത 1ഉം 2ഉം ഉള്ള ഒരു സെറ്റ്, 2 എലമെന്റ്സ്. ഇപ്പം ബിയുടെ സബ്സെറ്റുകൾ നമുക്ക് എഴുതാം. ബിയുടെ സബ്സെറ്റുകൾ എഴുതാം. ആദ്യം ഒന്നുമില്ലാത്ത സബ്സെറ്റ് 5, പിന്നെ ഒരു എലമെന്റ്സ് മാത്രം വരുന്ന സെറ്റുകൾ. ഒരു എലമെന്റ്സ് മാത്രം വരുമ്പോൾ സെറ്റിൻ്റെ അകത്ത് 1 എഴുതാം, 1. അടുത്ത സെറ്റിൻ്റെ അകത്ത് 2 എഴുതാം. അപ്പോൾ ഒരു എലമെന്റ്സ് വരുന്നത് മുഴുവൻ നമ്മൾ എഴുതി. ഇനി 2 എലമെന്റ്സ് വരുന്നത്, 2 എലമെന്റ്സ് വരുന്നത് ഈ ഒറ്റ സെറ്റുകളുള്ളൂ, 1, 2. ഇതാണ് ബിയുടെ സബ്സെറ്റുകൾ. ഇപ്പം നമുക്ക് ബിയുടെ പവർ സെറ്റ് എഴുതാം. ഇതെല്ലാം കൂടെ ഒരു സെറ്റിൻ്റെ അകത്ത് എഴുതാൻ മതി. ഇപ്പം പവർ സെറ്റ് പി ഓഫ് ബി, ബിയുടെ പവർ സെറ്റിനെ പി ഓഫ് ബി എന്നുള്ളത്, എയുടെ പവർ സെറ്റ് പി ഓഫ് എ. അപ്പം ബിയുടെ പവർ സെറ്റ് പി ഓഫ് ബി എന്ന് പറയുന്നത് സെറ്റിൻ്റെ അകത്ത് ഇത് 4 അങ്ങ് എഴുതിയാൽ മതി. 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1ഉം 2, 4 എലമെന്റ്സ് കിട്ടി. അപ്പം നമുക്കിനി സപ്പോസ് എന്നോ ബിന്നോ സിന്നോ എന്താണ് സി എന്ന് എഴുതാം. സി ഈക്വൽ ടു സെറ്റ് എ ബി സി, എയും ബിയും സി. നമുക്ക് ഇതിന്റെ സബ്സെറ്റുകളെല്ലാം എഴുതാം. സിയുടെ സബ്സെറ്റുകൾ എഴുതാം, എല്ലാം എഴുതാം. ആ ഓർഡറിലൊക്കെ എഴുതി. ഒന്നുമില്ലാത്ത 5, പിന്നെ 1 എണ്ണം മാത്രമുള്ള, 2 എണ്ണം മാത്രമുള്ള, 3 എണ്ണം ഉള്ള, 3 വരെയല്ലേ ഉള്ളത്. അപ്പം അതിനെ നമുക്ക് സബ്സെറ്റ്സ് ആർ, ഇതൊക്കെ 5 ഉണ്ട്. ഒന്നുമില്ലാത്ത സബ്സെറ്റ് 5, ഒരു എലമെന്റ് മാത്രം വരുന്ന എയും ബിയും സിയും ഉണ്ട്. സെറ്റ് എ, സബ്സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റിന്റെ അകത്തുള്ള സെറ്റ് ബി, സെറ്റ് സി. ഒരെണ്ണം മാത്രമുള്ളത് ഈ 3 എണ്ണം. ഇനി 2 എണ്ണം വീതമുള്ള എടുക്കണം. 2 എണ്ണം വീതം എടുക്കുമ്പോൾ എയുടെ കൂടെ ബി എടുക്കാം, എയും ബിയും എടുക്കാം. ഇനി എയും സിയും എടുക്കാം, എയുടെ കൂടെ സി എടുക്കാം. പിന്നെ നമുക്ക് എയുടെ കൂടെ എടുക്കാവുന്ന നമുക്ക് തീർന്നു. എയും ബിയും എടുത്തു, എയും സിയും എടുത്തു. ഇനി എ വിട്ടെടുക്കുക. അടുത്ത ബിയും സിയും എടുക്കാം, ബിയും സിയും എടുക്കാം. ഇനി അപ്പൊ 2 എണ്ണം വീതമുള്ള മുഴുവനായി. ഇനി 3 എണ്ണം വരുന്നത് എ ബി സി. നോക്കി എത്ര എണ്ണം നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. അപ്പൊ സിയുടെ പവർ സെറ്റ് പി ഓഫ് സി നമുക്ക് എഴുതാം. പി ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു സെറ്റിന്റെ അകത്ത് എഴുതിയാൽ മതി. സെറ്റിന്റെ അകത്ത് 5, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി, സെറ്റ് എ ബി സി. ഇതാണ് സിയുടെ പവർ സെറ്റ്. ഇനി 4 എണ്ണം ചോദിച്ചാൽ ആദ്യം
4 ഉള്ള ഒരു സെറ്റാണ് തന്നിരിക്കുന്നെങ്കിൽ ആദ്യം 5 എഴുതുക, പിന്നെ ഒരു എലമെന്റ് മാത്രം, 2 എലമെന്റ് മാത്രം, 3 എലമെന്റ്, പിന്നെ 4. അങ്ങനെ അങ്ങ് ഓർഡറിൽ എഴുതി പോയാൽ മതി. അങ്ങനെ നമുക്ക് ഏതിന്റെ തന്നാലും പവർ സെറ്റ് എഴുതാം. പവർ സെറ്റ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കി, എയിൽ ഇപ്പോൾ ഒറ്റ എലമെന്റ്, ഒരു എലമെന്റ്. പവർ സെറ്റിന്റെ അകത്ത് എത്ര എലമെന്റാണ് വന്നിരുന്നത്? ഒരു എലമെന്റ് വന്നപ്പോൾ പവർ സെറ്റില് 2 ആയി. ഞാനിത് വായിക്കാം. എയിലും പി ഓഫ് എയിലും എലമെന്റ്സിന്റെ എണ്ണം, എയില് ഒരെണ്ണം വന്നപ്പോൾ പവർ സെറ്റില് 2 എലമെന്റ് ആണ് കിട്ടിയത്. അല്ലെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം, പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം അല്ലെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇത് നോക്കാം. അടുത്ത എയുടെ സ്ഥാനത്ത് ബി കുഴപ്പമില്ല, എ ആയിട്ടോ ബി ആയിട്ടോ ഒക്കെ എടുക്കാം. ബിക്ക് 2 എലമെന്റ്സ് വന്നു. 2 എലമെന്റ്സ് വന്നപ്പോൾ അതിന്റെ പവർ സെറ്റ് നോക്കുക. 1 2 3 4 അല്ലെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 1 2 3 4 സബ്സെറ്റുകൾ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, എയിൽ 3 എലമെന്റ് വന്നപ്പോൾ എത്ര എലമെന്റ് ഉണ്ട്? നമ്മൾ എണ്ണിയായിരുന്നു 8. ഇനി 4 എലമെന്റ്സ് വരുമ്പോൾ അപ്പോൾ എത്ര വരുമായിരിക്കാം? 4 എലമെന്റ്സ് എയിലുണ്ടെങ്കിൽ പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം അല്ലെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ് അറിയാമോ? 16 വരും. അതായത് നമുക്ക് ജനറൽ ആയിട്ടൊന്ന് ഇതിനെ നമുക്ക് 2⁻1 എന്ന് എഴുതാം, ഇത് 2² എന്ന് എഴുതാം, ഇത് 2³ എന്ന് എഴുതാം, ഇത് 2⁻4 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് എഴുതാം 2, 2² 2³ അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് പറയാം. സപ്പോസ് എക്ക് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് കാണും? പി ഓഫ് എയില് എത്ര എലമെന്റ്സ് കാണും? അല്ലെങ്കിൽ എക്ക് എത്ര സബ്സെറ്റുകളുണ്ട്? സബ്സെറ്റുകളുടെ എണ്ണം തന്നെയാണ് പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. 2⁻n. എക്ക് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ പവർ സെറ്റില് 2⁻n എലമെന്റ്സ് ഉണ്ട്. അത് ഓർത്തിട്ടാണ്, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എയിലെ എലമെന്റ്സിന്റെ എണ്ണം അറിയാമെങ്കിൽ പവർ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം അല്ലെ സബ്സെറ്റുകളുടെ എണ്ണം അത് 2⁻n. അപ്പൊ അത് ഓർത്തോണം. നമ്മൾ പവർ സെറ്റ് ക്ലിയർ ആയല്ലോ. എല്ലാ സബ്സെറ്റുകളെല്ലാം എന്തുമാത്രം സബ്സെറ്റുകളുണ്ടോ അത് മുഴുവൻ എഴുതി സെറ്റിന്റെ അകത്ത് ഇട്ടാൽ മതി. അപ്പം പവർ സെറ്റ് കിട്ടും. ഇനി ഒരു ചെറിയൊരു സംഗതി, യൂണിവേഴ്സൽ സെറ്റ്. ഇനി നമ്മൾ സെറ്റിന്റെ ഓപ്പറേഷൻസ് ഒക്കെ പഠിക്കാൻ പോവാണ്. ഈ സെറ്റിന്റെ സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഡയഗ്രംസ് യൂസ് ചെയ്യാം. സെറ്റുകളുടെ റിലേഷൻസിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഡയഗ്രംസ് യൂസ് ചെയ്യാം. അങ്ങനെ സെറ്റുകളുടെ അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്രത്തിനാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. സെറ്റുകളുടെ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രംസിനെ വെൻ ഡയഗ്രംസ് പറയും. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാൻ വന്നത് യൂണിവേഴ്സൽ സെറ്റ്. നമ്മളിവിടെ പല സെറ്റുകൾ പറഞ്ഞു, എ ബി സി എക്സെട്ര, ഒരുപാട് സെറ്റുകൾ പറഞ്ഞു. നമ്മൾ ഈ എടുക്കുന്ന സെറ്റുകളെല്ലാം എ ബി സി എക്സെട്ര അതെല്ലാം വേറെ ഏതോ ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് എയും ബിയും സിയും ഒക്കെ വേറെ ഏതോ ഒരു വലിയ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. അങ്ങനെ നമ്മൾ എടുക്കുന്ന വലിയ സെറ്റിനാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, വലിയ സെറ്റ്, സൂപ്പർ സെറ്റ്. നമ്മൾ എടുക്കുന്ന സെറ്റിന്റെ എല്ലാ സൂപ്പർ സെറ്റ്, വലിയ സെറ്റ്, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിനെ നമ്മൾ യു എന്ന് ഡിനോട്ട് ചെയ്യും. യൂണിവേഴ്സൽ സെറ്റിനെ യു എന്ന് ഡിനോട്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയ സെറ്റ്. അതിന്റെ സബ്സെറ്റുകളായിട്ടാണ് ബാക്കി നമ്മൾ എടുക്കുന്ന എയും ബിയും സിയും ഒക്കെ വരുന്നത്. അത്രയുള്ള യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ എടുക്കുന്ന സെറ്റുകൾക്കെല്ലാം സൂപ്പർ ആയിട്ട് വരുന്ന സെറ്റ്, സൂപ്പർ സെറ്റ്, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇനി അത് നമ്മളിനി വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന്റെ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഡയഗ്രംസ് യൂസ് ചെയ്യാം. ആ ഡയഗ്രത്തിനാണ് നമ്മൾ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഈ വെൻ ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ ഉപയോഗിക്കും. യൂണിവേഴ്സൽ സെറ്റാണ് വലിയ സെറ്റ്, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി റെക്റ്റാങ്കിൾ ഉപയോഗിക്കും. അതിൻ്റെ അകത്താണ് ബാക്കി എല്ലാ സെറ്റുകളും വരുന്നത്. അപ്പം ബാക്കി സെറ്റുകൾ എ ബി സി എക്സെട്ര അങ്ങനെയുള്ള സെറ്റുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓവൽ ഷേപ്പാണ്. ആ സെറ്റുകൾക്ക് ഓവൽ ഷേപ്പും വലിയ സെറ്റായ യൂണിവേഴ്സൽ സെറ്റിന് റെക്റ്റാങ്കിളോ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നത് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 8 7 8. എന്ന് പറഞ്ഞ സെറ്റ് 1 2 5 7 ഇനി അത് വിചാരിക്കാം. നമുക്ക് വെൻ ഡയഗ്രം കാണിക്കാതെ യൂണിവേഴ്സൽ സെറ്റ് ആണ് ഈ റെക്റ്റാങ്കിൾ. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് യു. ഇതിന്റെ അകത്ത് ഏത് പറഞ്ഞ ഇതിന്റെ സബ്സെറ്റ് ഇല്ലേ, 1 2 5 7 എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇത് സബ്സെറ്റ് ആയിട്ട് അപ്പം അകത്ത് വരും, അത് ഓവൽ ഷേപ്പിൽ വരയ്ക്കും. ഇതാണ് എ. നമുക്ക് എയ്ക്കകത്ത് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 1 2 5 7 1 2 5 7. ബാക്കി പോയിന്റ്
പോയിന്റ്സ് ഒക്കെ അപ്പം വെളിയിൽ വരും. വെളിയിൽ എയ്ക്കകത്ത് 1, 2, 5, 7 ബാക്കിയൊക്കെ ഈ എയ്ക്ക് വെളിയിൽ വരും യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്ത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്തുള്ള എലമെന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യാം. 1 ഉം 2 ഓൾറെഡി വന്നു കഴിഞ്ഞു എയ്ക്കകത്ത്, അത് യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്ത് തന്നെയാണ്. 3 ഉം 4 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ 3, 4, 5 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 6 അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 6, 7 ഇവിടെയുണ്ട്, 8 ഇങ്ങനെ നമുക്ക് കാണിക്കാം. യൂണിവേഴ്സൽ സെറ്റ് റെക്ടാങ്കുലർ ഷേപ്പിലും എ ഓവൽ ഷേപ്പിലും കാണിക്കും. ഇതാണ് വെൻ ഡയഗ്രാം. ഇനി നമുക്ക് വെൻ ഡയഗ്രാം വരയ്ക്കാം. ഇനി ഇങ്ങോട്ട് ഓപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി വെൻ ഡയഗ്രാംസ് വരുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള സെറ്റിന്റെ ഓപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഇനിയുള്ള ഓരോ കാര്യങ്ങളും. അപ്പോൾ അത് ഈ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഇച്ചിരിയൊക്കെ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നാം. ഇതിപ്പോൾ ഈ പറയുന്ന മുഴുവൻ ഇൻട്രൊഡക്ഷൻസ് ആണല്ലോ. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ ഈ ചാപ്റ്റർ ഒഴിവാക്കിക്കരുത്. എളുപ്പമാണ്, നല്ല എളുപ്പമാണ്. ഇനി അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്, വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് അടുത്ത സെറ്റിന്റെ ഓപ്പറേഷൻ. ഇപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്, മെയിൻ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ സെറ്റിനും ഉണ്ട് കുറേ ഓപ്പറേഷൻസ്. അതിൽ ഒന്നാമത് യൂണിയൻ ഓഫ് സെറ്റ്സ്, സെറ്റിന്റെ യൂണിയൻ. അപ്പൊ നമുക്ക് 2 സെറ്റ് തരും, എയും ബിയും. 2 സെറ്റ് എയും ബിയും തരും. യൂണിയൻ പറയണ മിനിമം 2 സെറ്റ് വേണം, എയും ബിയും. അല്ലെ എയും 2 സെറ്റ് വേണം. എയും ബിയും 2 സെറ്റ് നമുക്ക് അതുകൊണ്ട് എയും ബിയും. യൂണിയൻ ഓഫ് എ ആൻഡ് ബി, എയുടെ ബിയുടെ യൂണിയൻ. യൂണിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഈ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്, യു പോലെ. എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്നാണ് ഇത് വായിക്കുന്നത്. എ യൂണിയൻ ബി, യൂണിയനെ ഈ സിമ്പിളാണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ്, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ ആൻഡ് ഓൾ എലമെന്റ്സ് ഓഫ് ബി. ഇപ്പൊ യൂണിയനിലെ എലമെന്റ്സ് പറഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റ്സും വരും, അതുപോലെ തന്നെ ബിയിലെ എല്ലാ എലമെന്റ്സും വരും. എയും ബിയും കംപ്ലീറ്റ് വരും യൂണിയൻ്റെ അകത്ത്. എയും ഫുള്ള് വരും. യൂണിയൻ മീൻസ് ഫുൾ എന്നാണല്ലോ, ഫുള്ള്. എയും ഫുള്ള് അതിൻ്റെ അകത്ത് വരണം, ബിയും ഫുൾ അതിൻ്റെ അകത്ത് വരണം. എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ എയിൽ എഴുതിയ സംഗതി ബിയിലും കാണും. അപ്പം ബിയിൽ എഴുതുമ്പോൾ അത് ഒന്നുകൂടെ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ എ യൂണിയൻ ബി എഴുതാൻ പറഞ്ഞാൽ ആദ്യം എ കംപ്ലീറ്റ് അങ്ങ് എഴുതുക, അല്ലെങ്കിൽ ബി കംപ്ലീറ്റ് അങ്ങ് എഴുതുക. എന്നിട്ട് അടുത്ത സെറ്റ് ഇപ്പോൾ എ കംപ്ലീറ്റ് ആദ്യം എഴുതി കഴിഞ്ഞാൽ ബിയിലെ മിച്ചമുള്ള എലമെന്റ്സ് മാത്രം എഴുതി ചേർത്താൽ മതി. ബിയിലെ ആദ്യത്തെ എലമെന്റ് നമ്മൾ ഓൾറെഡി എയ്ക്കകത്തുണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്, ഒന്ന് എഴുതിയത് രണ്ടാമതൊന്നും എഴുതി. സെറ്റിൻ്റെ അകത്ത് ഒരു എലമെന്റ് ഒരു പ്രാവശ്യം എഴുതാവുള്ളൂ. അപ്പം എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് എ ആൻഡ് ബി, എയും ബിയും ഫുള്ള് വേണം. ആദ്യം എ കംപ്ലീറ്റ് എഴുതുക, പിന്നീട് ബി കംപ്ലീറ്റ് എഴുതുക. അപ്പൊ ശരിക്കും എ യൂണിയൻ ബിയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ്, എല്ലാ എലമെന്റും വരും സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ, എയിലുള്ള എല്ലാ എലമെന്റ്സും വരും, അല്ലെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെന്റ്സും വരും. എയിലുള്ള എല്ലാ എലമെന്റ്സും വരും, അതുപോലെ തന്നെ ബി ഓർന്ന് പറയുമ്പോൾ എയിലോ ബിയിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യൂണിയൻ്റെ അകത്തുണ്ട്. എക്സ് ബിലോങ്സ് ടു എയിലുണ്ടെങ്കിലും യൂണിയൻ്റെ അകത്ത് വരും, അല്ലെങ്കിൽ ബിയിലുണ്ടെങ്കിലും യൂണിയൻ്റെ അകത്ത് വരും. എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റ്സും യൂണിയൻ്റെ അകത്ത് വരും. എക്സാമ്പിൾ കാണിച്ചാൽ സപ്പോസ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 5, 6. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 6, 7. എ യൂണിയൻ ബി എഴുതാൻ പറഞ്ഞാൽ എ യൂണിയൻ ബി, എയുടെ ബിയുടെ യൂണിയൻ എഴുതാൻ പറഞ്ഞാൽ എയും ബിയും ഫുൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എയും ബിയും ഫുൾ എഴുതാൻ ഓർഡറിലൊന്നും എഴുതണ്ട, നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാൽ മതി. ആദ്യം എ കംപ്ലീറ്റ് ആയി എഴുതാം, അല്ലെങ്കിൽ ബി കംപ്ലീറ്റ് ഇഷ്ടമുള്ളത് എഴുതാം. നമുക്ക് ആദ്യം എ കംപ്ലീറ്റ് എഴുതാം. 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 5 എഴുതി, 6 എഴുതി. ഇനി ബി എ കംപ്ലീറ്റ് എഴുതുക. ബി എ കംപ്ലീറ്റ് എഴുതുക, 3 എഴുതാണോ നോക്കുക. 3 ഇവിടെ നമ്മൾ 1 എഴുതിയിട്ടുണ്ട്. 1 എഴുതിയത് പിന്നെ എഴുതേണ്ട കാര്യമില്ല, ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു എലമെന്റ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 3 നമ്മൾ എഴുതിയിട്ടുണ്ട്, പിന്നെ എഴുതണ്ട. 4 എഴുതിയിട്ടില്ല, അപ്പം കൂട്ടിച്ചേർത്തോണം. 4, 6 ഇവിടെ ഉണ്ട്, ഇപ്പം എഴുതണ്ട. 7 ഇല്ല, അതും കൂടെ കൂട്ടിച്ചേർത്തേക്കാം. അപ്പം രണ്ടാമത്തെ സെറ്റ് എഴുതുമ്പം ചുമ്മാ അതെല്ലാം കൂടെ നേടിപ്പിടിച്ച് എഴുതണ്ട, എഴുതാത്തത് മാത്രം എഴുതി ചേർത്താൽ മതി. അല്ലെങ്കിൽ റെപ്പറ്റീഷൻ വരും, ഒരു എലമെന്റ് 2 or 3 പ്രാവശ്യമൊക്കെ എഴുതുക. അത് വേണ്ട, ഒരു എലമെന്റ് ഒരു പ്രാവശ്യം മതി സെറ്റിൻ്റെ അകത്ത്. സെറ്റിൻ്റെ അകത്ത് നമ്മൾ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യത്തില്ലല്ലോ, ഒരു എലമെന്റ് ഒരു പ്രാവശ്യം മതി. ഇങ്ങനെയാണ് യൂണിയൻ എഴുതുന്നത്. വളരെ സിമ്പിളാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. എയും ബിയും ഒക്കെ റോസ്റ്റർ സെറ്റ് ബിൽഡർ ഫോമിൽ എയും ബിയും തരും. എന്നിട്ട് അതിന്റെ റോസ്റ്റർ ഫോം എഴുതണം, നമ്മൾ ആദ്യം എഴുതുക. എന്നിട്ട് അത് വെച്ച് യൂണിയനും ഇനി അടുത്ത പഠിക്കാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ യൂണിയൻ വളരെ സിമ്പിളാണ്. ഇത് യൂണിയൻ കണ്ടുപിടിച്ചാൽ 1 മാർക്കുള്ളതാണ്. അപ്പം നിങ്ങൾ തിരിച്ചേക്കരുത്, വളരെ എളുപ്പമാണ്. യൂണിയൻ മീൻസ് ഫുള്ള്, എയും ഫുള്ള്, ബിയും ഫുള്ള്. എയും കംപ്ലീറ്റ് എഴുതുക, ബിയും കംപ്ലീറ്റ് എഴുതുക. ഇതാണ് യൂണിയൻ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് യൂണിയന്റെ വെൻ ഡയഗ്രം, യൂണിയനിനെ വെൻ ഡയഗ്രത്തിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. വെൻ ഡയഗ്രത്തിൽ യൂണിയൻ എങ്ങനെ വരും നോക്കാം. വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇത് യൂണിവേഴ്സൽ സെറ്റ്,
എയും ബിയും. കാരണം എയിലും ബിയിലും കോമൺ ആയിട്ട് കുറച്ച് ഭാഗം കാണാം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോർഷൻ വരുന്നത്. അപ്പം എ യൂണിയൻ ബി ഇത് എ, ഇത് ബി. എ യൂണിയൻ ബി നമുക്ക് ഷെയ്ഡ് ചെയ്യാം. എ യൂണിയൻ ബി വരുന്ന ഭാഗം നമുക്ക് ഷെയ്ഡ് ചെയ്യാം. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയും ഫുള്ള് വേണം, ബിയും ഫുള്ള് വേണം എന്നല്ലേ. അപ്പൊ എ ഫുള്ള് അങ്ങ് ഷെയ്ഡ് ചെയ്യാം. യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്ത പോലെ എ ഫുള്ള് അങ്ങ് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എ ഫുള്ള് ഷെയ്ഡ് ചെയ്യും. ഇനി ബിയും ഫുള്ള് ഷെയ്ഡ് ചെയ്യണം. ബിയും ഫുള്ള് അങ്ങ് ഷെയ്ഡ് ചെയ്തേക്കുക. ബി എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഓൾറെഡി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, മിച്ചമുള്ള ഭാഗം കൂടെ അങ്ങ് ഷെയ്ഡ് ചെയ്താൽ മതി. ബിയുടെ മിച്ചമുള്ള ഭാഗം കൂടെ ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എ യൂണിയൻ ബിയുടെ വെണ്ടേറ്റ്. എളുപ്പമല്ലേ? ക്ലിയർ ആയില്ലേ? എയും ഫുൾ അങ്ങ് ഷെയ്ഡ് ചെയ്യുക, പിന്നെ ബിയുടെ ബാക്കിയുള്ള പോർഷൻ കൂടെ അങ്ങ് ഷെയ്ഡ് ചെയ്തിട്ടേക്കുക. ഇതാണ് എ യൂണിയൻ ബി. ക്ലിയർ ആയല്ലോ? ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? എയും ഫുള്ള് വേണം, ബിയും ഫുള്ള് വേണം. അതാണ് എ യൂണിയൻ ബി. ഇനി നമുക്ക് ഈ യൂണിയനിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. യൂണിയനിന് കുറേയേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ. പ്രോപ്പർട്ടീസ്, യൂണിയനിന്റെ പ്രോപ്പർട്ടീസ്. അതായത് ഒന്നാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് ലോ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും കമ്മ്യൂട്ടേറ്റീവ് ലോ. അതിന്റെ മലയാളം നിയമം അങ്ങനെ എന്തോ ആണ്, മലയാളം കറക്റ്റ് ഓർക്കുന്നില്ല. കമ്മ്യൂട്ടേറ്റീവ് ലോ ജസ്റ്റ് നിറഞ്ഞിരുന്നാൽ മതി ഈ ലോയൊക്കെ. ഇനി നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ലോയൊക്കെ ഒന്നുകൂടെ പറഞ്ഞു വരും. ഏത് പുതിയ ഓപ്പറേഷൻ പഠിച്ചാലും അവിടെ എല്ലാം ഈ ലോ എല്ലാം പറഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വർഷമാണെങ്കിലും അടുത്ത വർഷമാണെങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്: എ യൂണിയൻ ബി കണ്ടാലും ബി യൂണിയൻ എ കണ്ടാലും ഏത് ആദ്യം എഴുതിയാലും എ യൂണിയൻ ബി എന്ന് എഴുതിയാലും ബി യൂണിയൻ എ എന്ന് എഴുതിയാലും സെയിമാണ്. അല്ലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഫുള്ളാണ്. ബി യൂണിയൻ എ എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ, ബിയും എയും ഫുള്ള്. ആദ്യം ബി എഴുതിയാലും കുഴപ്പമില്ല, എ എഴുതിയാലും കുഴപ്പമില്ല, ആദ്യം ഏത് എഴുതിയാലും കുഴപ്പമില്ല. കാരണം ഓർഡറിന് പ്രാധാന്യം ഇല്ലല്ലോ. സെറ്റിന്റെ എലമെന്റ്സ് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കിടന്നാൽ മതി, ആദ്യം കിടക്കണമെന്നൊന്നുമില്ല. അപ്പൊ അത് എ യൂണിയൻ ബി എന്ന് എഴുതിയാലും ബി യൂണിയൻ എ എന്ന് എഴുതിയാലും സെയിമാണ്. അങ്ങനെ സെയിം വരുവാണെങ്കിൽ അതിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾ സാധാരണ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചില്ലേ? അഡീഷൻ എ പ്ലസ് ബി എന്ന് എഴുതിയാലും ബി പ്ലസ് എ എന്ന് എഴുതിയാലും ശരിയാ. 2 + 3 എന്ന് എഴുതിയാലും 3 + 2 എന്ന് എഴുതിയാലും ശരിയാ. പക്ഷെ സബ്ട്രാക്ഷൻ അത് ശരിയാവോ? 2 - 3 എന്ന് എഴുതിയാലും 3 - 2 എന്ന് എഴുതിയാലും സെയിം ആണോ? സെയിം അല്ല, അത് ഡിഫറൻറ്റാ. അപ്പം സബ്ട്രാക്ഷന് കമ്മ്യൂട്ടേറ്റീവ് ഇല്ല, അഡീഷന് കമ്മ്യൂട്ടേറ്റീവ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ഓപ്പറേഷനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വേണം നിർബന്ധമൊന്നുമില്ല. ചിലതിന് കാണും, ചിലതിന് കാണത്തില്ല. അപ്പം അത് ശ്രദ്ധിച്ചോണം. കമ്മ്യൂട്ടേറ്റീവ് ലോ യൂണിയന് കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്. എ യൂണിയൻ ബി = ബി യൂണിയൻ എ. അതുപോലെ തന്നെ രണ്ടാമത്തെ ലോ ആണ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ പറയണമെങ്കിൽ 3 സെറ്റുകൾ വേണം. 3 സെറ്റ്: എ യൂണിയൻ ബി, യൂണിയൻ സി. 3 സെറ്റിന്റെ യൂണിയൻ എടുക്കുക. യൂണിയൻ എടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ ഉള്ളത് വേണം ആദ്യം ചെയ്യാൻ. എ യൂണിയൻ ബി എടുത്തിട്ട് കണ്ടുപിടിച്ചിട്ട് ആ കിട്ടുന്നതും സിയും കൂടെ യൂണിയൻ എടുക്കുന്നു. ഇങ്ങനെ ചെയ്താലും ബി യൂണിയൻ സി ആദ്യം കണ്ടിട്ട് പിന്നീട് എയുമായിട്ട് യൂണിയൻ എടുത്താലും സെയിം ആയിരിക്കും. ഈ അസോസിയേറ്റീവ് ലോ മിക്കവാറും എല്ലാ ഓപ്പറേഷൻസിനും ഉണ്ട്. 3 സെറ്റ് ബ്രാക്കറ്റ് ഏത് ആദ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എയും ബിയും യൂണിയൻ എടുത്തിട്ട് പിന്നീട് സിയുമായിട്ട് യൂണിയൻ എടുത്താലും, ഇവിടെ ബ്രാക്കറ്റിലുള്ള ബിയും സിയും അതിന്റെ യൂണിയൻ എടുത്തിട്ട് പിന്നീട് എയുമായിട്ട് യൂണിയൻ എടുത്താലും രണ്ടും ഒരേ ആൻസർ ആയിരിക്കും. അതാണ് അസോസിയേറ്റീവ് ലോ. ഇനി മൂന്നാമത് പറഞ്ഞ ലോ ഓഫ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു സെറ്റ് അല്ല ഒരു എലമെന്റ്. ഇപ്പൊ അഡീഷണൽ കേസിലാണ് ഒരു എലമെന്റ് ഏത് എലമെന്റുമായിട്ട് ആഡ് ചെയ്യുമ്പോഴാണോ ആ എലമെന്റ് തന്നെ കിട്ടുന്നത്. എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഏത് എലമെന്റുമായിട്ട് ആഡ് ചെയ്യുമ്പോഴാണോ ആ എലമെന്റ് ഏതന്നെ കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളൊരു ഫിക്സഡ് എലമെന്റ്, ഒരു ഫിക്സഡ് മാറുന്നല്ല, ഒരു ഫിക്സഡ് എലമെന്റ് നമുക്കറിയാം 0 ആണ്. എയും 0യും കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ ഏതന്നെ കിട്ടുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ മാറും. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ a × = a 1 ഫിക്സഡാ. അപ്പം മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 1, അഡീഷന്റെ കേസിൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ 0. ചേഞ്ച് ചെയ്യാത്ത നമ്പർ, എയുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ മാറാതിരിക്കണം. അഡീഷന്റെ കേസിൽ ആഡ് ചെയ്യുമ്പോൾ എ മാറാതിരിക്കണം, അത് 0. മൾട്ടിപ്ലിക്കേഷന്റെ കേസ് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ മാറാതിരിക്കണം, അത് 1. അപ്പം ഓരോ ഓപ്പറേഷനും മാറുന്നതനുസരിച്ച് ഐഡന്റിറ്റി എലമെന്റ് മാറും.
അപ്പൊ നമ്മൾ അഡീഷൻ 0 ആണ്, മൾട്ടിപ്ലിക്കേഷൻ 1 ആണ്. അതുപോലെ യൂണിയൻ വരുമ്പോൾ എയും ഏത് സെറ്റും കൂടെയുള്ള യൂണിയൻ എടുക്കുമ്പോൾ ഏ തന്നെ കിട്ടുന്നെന്ന് അറിയാമോ? ഏതുമായിട്ട് എ യൂണിയൻ എടുക്കുമ്പോൾ എ ഫുള്ള് വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ എക്സ്ട്രാ വരാൻ പാടില്ല. അപ്പൊ ഏതായിരിക്കണം? എയും ഇതൊരു ഫിക്സഡ് ആയിരിക്കണം എല്ലാ സെറ്റിനും. ബി എടുത്താലും അത് തന്നെ ആയിരിക്കണം. ബിയും ആ സെറ്റും കൂടെ എടുത്താലും ബി തന്നെ കിട്ടണം. അറിയാവോ? ദാറ്റ് ഈസ് നൾ സെറ്റ് 5. നൾ സെറ്റ് 5. എ യൂണിയൻ 5 ആ. എയിലെ എല്ലാ എലമെന്റ്സും വരും, 5 എല്ലാ എലമെന്റ്സും വരും. എയിലെ എല്ലാ എലമെന്റ്സും എ വന്നു, പിന്നെ 5 ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ എ തന്നെ വരുള്ളൂ. എ ഓൾറെഡി ഉണ്ട്. എ ഫുൾ എഴുതി. ഇനി 5 കൂടെ കൂട്ടിച്ചേർത്തത്. 5 കൂട്ടിച്ചേർക്കാൻ ഒന്നുമില്ല. 5 നള്ളല്ലേ, നൾ സെറ്റ് അല്ലേ. അപ്പം 5 ആണ് ഐഡന്റിറ്റി എലമെന്റ് ഇൻ യൂണിയൻ. യൂണിയൻസിന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് 5 ആണ്. ഓർത്തോണേ, യൂണിയന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് 5 ആണ്. ക്ലിയർ ആയല്ലോ? നാലാമത്തേത് ലോ ഓഫ് ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ എന്ന് ഇത്രയേ ഉള്ളൂ. എയും കൂടെയുള്ള യൂണിയൻ എടുത്താൽ എ തന്നെ വരും. എയും ഒരു സെറ്റും ആ സെറ്റും കൂടെയുള്ള യൂണിയൻ എടുത്താൽ ആ സെറ്റ് തന്നെ വരുള്ളൂ. കാരണം രണ്ട് സെറ്റിലെ എല്ലാ എലമെന്റ്സും എ എഴുതിയപ്പോൾ എ ഫുള്ള് വന്നിരിക്കും. പിന്നെ ഒന്നുകൂടെ എ എഴുതുന്ന കാര്യമില്ലല്ലോ. എ യൂണിയൻ എ എന്ന് പറയുന്നത് എ തന്നെ വരും. അതാണ് ഐഡംപൊട്ടന്റ് ലോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ലോ ഓഫ് യു. യൂണിവേഴ്സൽ സെറ്റിന്റെ ലോ. ലോ ഓഫ് യു. യൂണിവേഴ്സൽ സെറ്റ് ലോ യൂണിയൻ. അപ്പൊ എയും യൂണിവേഴ്സൽ സെറ്റും എയും കൂടെയുള്ള യൂണിയൻ എടുത്താൽ, യൂണിയൻ എടുക്കുമ്പോൾ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് ഫുൾ എഴുതും. പിന്നീട് എയിലേത് കൂട്ടിച്ചേർക്കാൻ വരും. എയിലെ കൂട്ടിച്ചേർക്കാൻ വേറെ വല്ലതും ഉണ്ടോ? എയിലെ എല്ലാ എലമെന്റ്സും യൂണിവേഴ്സൽ സെറ്റ് വരുന്നുണ്ട്. യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് അല്ലേ. ഇപ്പൊ യു ഫുൾ എഴുതിയപ്പോൾ പിന്നെ എക്സ്ട്രാ എഴുതാനൊന്നും ഇല്ല, യു തന്നെ വരും. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ യുവും എയും ഫുൾ എഴുതാം. യു ഫുള്ളങ്ങ് എഴുതി, അപ്പൊ തന്നെ ഫുള്ളായി. ഇനി എയിലെ കൂട്ടിച്ചേർക്കാനൊന്നും ഇല്ല. എ അതിന്റെ സബ്സെറ്റ് അല്ലേ. എയിലുള്ള എല്ലാ കാര്യങ്ങളും യുവിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് എ യൂണിയൻ ബി എന്ന് എഴുതിയാലും ബി യൂണിയൻ എ എന്ന് എഴുതിയാലും സെയിം ആണ്. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എയും ബിയും എടുത്തിട്ട് സിയും ആയിട്ടുള്ള യൂണിയൻ എടുക്കുന്നു. അത് തന്നെയാണ് ബിയും സിയും യൂണിയൻ എടുത്തിട്ട് എയും ആയിട്ട് എടുക്കുന്നത്. പിന്നെയുള്ളത് ഐഡന്റിറ്റി ലോ ഓഫ് ഐഡന്റിറ്റി. അതായത് എയും 5 കൂടെയുള്ള യൂണിയൻ എടുക്കുമ്പോൾ എ ഫുൾ അങ്ങ് വരും. 5 ആണ് അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ്. അത് ബിയും എടുത്താലും ബിയും 5ഉം യൂണിയൻ എടുത്താൽ ബി വരും. അത് ഐഡന്റിറ്റി എലമെന്റ്. 5 ആണ് ഐഡന്റിറ്റി എലമെന്റ്. പിന്നെ ഐഡംപൊട്ടന്റ് ലോ. എയും കൂടെ യൂണിയൻ എടുത്താൽ എ തന്നെ വരും. ലോ ഓഫ് യു. യുവും എയും കൂടെ യൂണിയൻ എടുത്താൽ എ വരും, യു വരും. ഇത്രയും ലോ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ യൂണിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ വരുന്നത് പ്രോബബിലിറ്റിക്കകത്ത് ഈ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. റെപ്പറ്റീഷനാണ്. അപ്പോൾ ഇവിടെയും കിട്ടും, നിങ്ങൾക്ക് അവിടെയും കിട്ടും. നന്നായിട്ട് പഠിച്ചോണ്ടത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ഒരു ഓപ്പറേഷൻ കൂടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ഓപ്പറേഷൻ. 4 ഓപ്പറേഷൻ ഉണ്ട് മെയിനായിട്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്പറേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇന്റർസെക്ഷൻ, രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ. അപ്പൊ രണ്ട് സെറ്റ് എഴുതണം, എയും ബിയും. എയും ബിയും രണ്ട് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് സെറ്റ് എയും ബിയും തന്നിട്ടുണ്ട്. അതിന്റെ ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി ഡിനോട്ട് ചെയ്യുന്നത് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. അതുപോലെ ഞാൻ യൂണിയൻ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. എ യൂണിയൻ ബിക്ക് പകരം 2-3 ടേംസ് ഉണ്ട്. അതിലേത് വന്നാലും യൂണിയൻ ആണെന്ന് ഓർത്തോളം. എ യൂണിയൻ ബി. എ യൂണിയൻ ബിയെ നമുക്ക് പല രീതിയിൽ എഴുതാം. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയിലോ ബിയിലോ, എയിലുണ്ടെങ്കിലും യൂണിയനകത്ത് വരും, അല്ലെങ്കിൽ ബിയിലുണ്ടെങ്കിലും ഓർന്നൊരു ടേം വരുന്നുണ്ട് അവിടെ, എയോ ബിയോ. അപ്പൊ എ ഓർ ബി എന്ന് പറഞ്ഞാലും യൂണിയൻ ആണ്. എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഓർത്തോണം എ യൂണിയൻ ബി ആണ്. അതുപോലെ തന്നെ എ ഓർ ബിയുടെ വേറൊരു വെറൈറ്റി ഒന്നും കൂടെ ഉണ്ട്, ഐദർ എ ഓർ ബി. ഐദർ എ ഓർ ബി നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നത് അത് എ ഓർ ബി തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പം എ ഓർ ബി അല്ലെങ്കിൽ ഐദർ എ ഓർ ബി ഇങ്ങനെ പറഞ്ഞാലും. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി, അല്ലെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി. ഇതിൽ ഏത് വന്നാലും എ ഓർ ബി എന്ന് പറഞ്ഞാലും ഐദർ എ ഓർ ബി വന്നാലും അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാലും എ യൂണിയൻ ബി ആണ്.
ഓർത്തോണം. അത് മൂന്നിൽ ഏത് വന്നാലും എ യൂണിയൻ ബി. ചിലപ്പോൾ നിങ്ങളൊരു വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പം അതിൽ ഐദർ എ ഓർ ബിയും ലിസ്റ്റ് 1 ഒക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എ ഓർ ബി, എ യൂണിയൻ ബി ആണെന്ന് വിചാരിക്കും. ഓർത്തോണം, ഇത് ഓർമ്മയിലുണ്ടായിരിക്കണം. ഇനി ഇന്റർസെക്ഷനിലേക്ക് തിരിച്ചോ. ഇന്റർസെക്ഷൻ എയും ബിയും 2 സെറ്റ്. അതിന്റെ ഇന്റർസെക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന യൂണിയൻ തിരിച്ചിടുന്നത്. യൂണിയൻ ഇങ്ങനെയല്ലായിരുന്നു യൂണിയൻ. അപ്പൊ അത് തിരിച്ചിടുക. ഇന്റർസെക്ഷൻ താഴോട്ട് എഴുതാണ് ഇന്റർസെക്ഷൻ. എ ഇന്റർസെക്ഷൻ ബി ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദ എലമെന്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും ഒരുപോലെ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. എയിലും ആ എലമെന്റ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ബിയിലും. രണ്ടിടത്തും ഉള്ള എലമെന്റ്സ് മാത്രമേ എഴുതാവുള്ളൂ. എലമെന്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. എയിലും ബിയിലും ഒരുപോലെ വരുന്ന എലമെന്റ്സ്. അതിൽ ആ എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷൻ വരുന്നത്. ഇന്റർസെക്ഷൻ മീൻസ് കോമൺ. യൂണിയൻ മീൻസ് ഫുൾ. ഇന്റർസെക്ഷൻ മീൻസ് കോമൺ. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നമ്മൾ എഴുതിയാൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. അവിടെ ഓർ ആയിരുന്നു, ഇവിടെ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞാലും എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ആൻഡ് ബി എന്ന് പറഞ്ഞാലും എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ ആൻഡ് ഓറിന് കുറെ യൂണിയന് കുറെ പറഞ്ഞു. ഇന്റർസെക്ഷന് എ ആൻഡ് ബി രണ്ടിടത്തും ഉണ്ടായിരിക്കണം. എ ആൻഡ് ബി. അപ്പൊ എയിലും ഉണ്ടായിരിക്കണം, ബിയിലും ഉണ്ടായിരിക്കണം. രണ്ടിടത്തും വരുന്ന എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷനിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ കാണിക്കാം. മുമ്പ് എഴുതിയ എക്സാമ്പിൾ തന്നെ നോക്കാം. 1 2 3 5 6. ബി എന്ന് പറഞ്ഞ സെറ്റ് 3 4 6 7. എ ഇന്റർസെക്ഷൻ ബി. എ ആൻഡ് ബി അല്ലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ്. രണ്ടിടത്തും ഉള്ള എലിമെന്റ്സ് മാത്രമേ എഴുതാവുള്ളൂ. 1 നോക്കാം, ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, അപ്പൊ 1 എഴുതണ്ട. 2 നോക്കാം, ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, 2 വേണ്ട. 3 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഇന്റർസെക്ഷനിൽ വരും. രണ്ടിടത്തുള്ള എലിമെന്റ്സ് മാത്രമേ ഇന്റർസെക്ഷനിൽ വരുള്ളൂ. 5 ഇവിടെ ഇല്ല, 6 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പം 3ഉം 6ഉം മാത്രമേ ഇന്റർസെക്ഷനിൽ വരൂ. രണ്ടിടത്തും ഉള്ള എലമെന്റ്സ്, രണ്ടിടത്തും ഒരുപോലെ വരുന്ന എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷനിൽ അത് വരുന്നത്. ക്ലിയർ ആയല്ലോ? അതിന്റെ വെൻ ഡയഗ്രം നമ്മൾ വരച്ചാൽ ഇത് യൂണിവേഴ്സൽ സെറ്റ്, ഇത് എ, ഇത് ബി. എക്കും ബിക്കും പൊതുവായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഭാഗം തെങ്ങ് നോക്കി. ഈ ഭാഗം എയ്ക്കകത്തും ഉണ്ട്, ബിക്കകത്തും ഉണ്ട്. അപ്പം ഈ പോർഷൻ ആണ് കോമൺ പോർഷൻ, ഇന്റർസെക്ഷൻ പാർട്ട്. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഈ ഭാഗമാണ് ഇന്റർസെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. യൂണിയൻ എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് വരുമായിരുന്നു. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന പോർഷൻ മാത്രമാണ് ഇന്റർസെക്ഷൻ. ക്ലിയർ ആയല്ലോ? യൂണിയൻ എന്ന് പറയുമ്പോൾ ഫുൾ എഴുതണം, എയും ഫുൾ എഴുതണം, ബിയും ഫുൾ എഴുതണം. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് മാത്രം എഴുതണം, കോമൺ ആയിട്ട് വരുന്നത് മാത്രം എഴുതണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ യൂണിയന് പറഞ്ഞ പോലെ ഇന്റർസെക്ഷനും കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി ഞാൻ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്ന് പേരെഴുതുന്നില്ല, പറയുന്നതേ ഉള്ളേ. ആദ്യത്തെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഒന്നാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് അറിയാമല്ലോ. നമ്മളവിടെ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ എന്ന് എഴുതിയാലേ അത് തന്നെ യൂണിയനെ മാറ്റി ഇന്റർസെക്ഷൻ എഴുതി കമ്മ്യൂട്ടേറ്റീവ്. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളത്, ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ബിക്കും എക്കും കോമൺ ആയിട്ടുള്ളത്. എ എഴുതിയാലും ആദ്യം ബി എഴുതിയാലും ഒന്നും കുഴപ്പമില്ല. എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എയും സെയിം ആണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതുപോലെ തന്നെ ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി രണ്ടാമത്തെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അതായത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാലും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അതായത് എയും ബിയും ആദ്യം ഇന്റർസെക്ഷൻ എടുക്കുന്നു, പിന്നീട് സിയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കുന്നു. അപ്പം കിട്ടുന്ന ആൻസറും ബിയും സിയും ഇന്റർസെക്ഷൻ ആദ്യം എടുത്തിട്ട് പിന്നീട് എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കുന്നു. ആ കിട്ടുന്ന ആൻസറും ഒന്നായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തേത് ഇവിടെ എക്സ്ട്രാ വേറൊരു പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെ എ യൂണിയൻ, യൂണിയനും ഇന്റർസെക്ഷനും കൂടെ മിക്സ് ചെയ്തുള്ളൂ. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് എഴുതത്തില്ലേ, അതുപോലെ തന്നെ എ ഇൻറ്റു ബി പ്ലസ് സി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. എ ബി പ്ലസ് എ സി എന്ന് പറഞ്ഞ തന്നെ ഇത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി അല്ലേ.
അപ്പം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഈ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെ. അവിടെ ഈ ഇടയ്ക്കത്തെ ഇൻഡുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ യൂണിയനും പ്ലസിൻ്റെ സ്ഥാനത്ത് ഇന്റർസെക്ഷനും ആണെന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എ യൂണിയൻ ബി ബ്രാക്കറ്റ് എഴുതുക, എ ബി എന്ന് എഴുതിയത് എ യൂണിയൻ ബി, പ്ലസിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇന്റർസെക്ഷനാണ്, ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒരെണ്ണം. ഇനി അതുപോലെ തന്നെ യൂണിയൻ ഇന്റർസെക്ഷനും തിരിഞ്ഞു വരും. രണ്ടാമത് ഒരെണ്ണം കൂടെ ഉണ്ട്, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. വരുമ്പോൾ ഇങ്ങനെ ഇതുപോലെയാണ്. എ ഇന്റർസെക്ഷൻ ബി ആദ്യം, യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇത് വെരിഫൈ ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ. വെരിഫൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടികളെ പ്രോപ്പർട്ടി തരും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒന്ന് പഠിച്ചു വെക്കാനൊന്നുമില്ല. യൂണിയനോ ഇന്റർസെക്ഷനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ ഇല്ല. വെരിഫൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെക്കണം. ചിലപ്പോൾ നിങ്ങളോട് വെരിഫൈ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നേരിട്ട് തന്നാൽ ചെയ്യാൻ എളുപ്പമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കണ്ടുപിടിച്ചാൽ മതി നമ്മൾ പ്രോപ്പർട്ടി ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് വെരിഫൈ ചെയ്യേണ്ടി വരും. അപ്പം ഇത് ശരിക്കും പഠിച്ചോണം. ഇത് വെരിഫൈ ചെയ്യാൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിച്ചോ. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇനി ലോ ഓഫ് ഫൈ ആൻഡ് യു, നാലാമത്തെ പ്രോപ്പർട്ടി. ലോ ഓഫ് ഫൈ ആൻഡ് യു, ഫൈയും യുവും കൂടെയുള്ള ലോ നമ്മൾ ഒരുമിച്ച് എഴുതുക. അതായത് എ ഇന്റർസെക്ഷൻ അല്ലെ ഫൈ ആദ്യം, ഫൈയും എയും കൂടെയുള്ള ഇന്റർസെക്ഷൻ. കോമണാ, ഫൈക്കും എക്കും കോമൺ ആയിട്ടുള്ളത്. ഫൈയിൽ ഒന്നുമില്ല. അപ്പം കോമൺ എടുക്കാൻ വല്ലതും ഉണ്ടോ? കോമൺ ആയിട്ട് എടുക്കാൻ ഒന്നുമില്ല. ഇതുപോലെ ഇനി യു ആയിട്ട്, യു ഇന്റർസെക്ഷൻ എ, യുയിലും എയിലും കോമൺ ആയിട്ട്. എ ഫുള്ള് യുയിലുണ്ട്, യുവിന്റെ സബ്സെറ്റ് അല്ലേ. അപ്പൊ എ ഫുള്ള് യുയിലുണ്ട്. അപ്പൊ ഇതിന്റെ ഇന്റർസെക്ഷൻ പറഞ്ഞാൽ എ കംപ്ലീറ്റ് വരും. എയിലെ എല്ലാ എലമെന്റ്സും യുവിന്റെ അകത്തുണ്ട്. എയിലെ എലമെന്റ്സ് ഇവിടെ രണ്ടിടത്തും കോമണാ. എ വരും. അപ്പൊ യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ വരും. ഇനി അടുത്തത് ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ എ, എയും എയും കൂടെ ഇന്റർസെക്ഷൻ എടുത്താൽ എയിലും കോമൺ ആയിട്ടുള്ളത് അത് എ തന്നെ. എയും എയും കൂടെയുള്ള ഇന്റർസെക്ഷൻ അത് എ തന്നെ. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഇന്റർസെക്ഷനുള്ളത്. ഇന്റർസെക്ഷൻ ഇത്രയും പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പൊ ഇതിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം നമുക്ക്. A equal to set 1, 2, 3, 4. B is equal to set 3, 4, 5, 6. C equal to 5, 6, 7, 8. D equal to 7, 8, 9, 10. എയും ബിയും സിയും ഡിയും 4 സെറ്റ് ഉണ്ട്. കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. കുറേ കാര്യങ്ങളുണ്ട്. എ യൂണിയൻ ബി, എ യൂണിയൻ സി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എ യൂണിയൻ ബി, എന്ത് വരും നോക്കിക്കേ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയും ഫുൾ എഴുതണം, ബിയും ഫുൾ എഴുതണം. നമുക്ക് നോക്കാം. ആദ്യം എ ഫുൾ എഴുതാം. 1, 2, 3, 4. യൂണിയൻ മീൻസ് ഫുള്ള്. എ ഫുൾ എഴുതി. ഇനി ബിയും കൂടെ ഫുൾ എഴുതാം. ബിയും കൂടെ ഫുൾ എഴുതുമ്പോൾ 3ഉം 4ഉം നമ്മൾ ഒന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതണം. 5ഉം 6ഉം എഴുതിയിട്ടില്ല. 5ഉം 6ഉം എഴുതി. എ യൂണിയൻ ബി കിട്ടി. ഇനി എ യൂണിയൻ സി. എഴുതുമ്പോൾ എയും ഫുൾ എഴുതണം, സിയും ഫുൾ എഴുതണം. എ ഫുൾ എഴുതിയേക്കാം. 1, 2, 3, 4. സി നോക്കാം. 5, 6, 7, 8. അതിവിടെ നമ്മൾ എഴുതിയിട്ടില്ല. അത് ഫുൾ എഴുതണം. 5, 6, 7, 8. യൂണിയൻ എഴുതുന്ന മനസ്സിലായില്ലേ? അത് ഫുൾ അങ്ങ് എഴുതിയാൽ മതി. ആദ്യത്തെ സെറ്റ് ഫുൾ എഴുതുക, രണ്ടാമത്തെ സെറ്റ് ഫുൾ എഴുതുക. രണ്ടാമത്തെ സെറ്റ് എഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതാതിരുന്നത് റിപ്പീറ്റ് ചെയ്യരുത്. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ബി ഇന്റർസെക്ഷൻ സി. ഇന്റർസെക്ഷൻ കോമൺ, ബിക്കും സിക്കും കോമൺ. ബിയും സിയും ഒന്ന് നോക്കിയേക്കാം. ബിയും ഈ രണ്ട് സെറ്റിനും കോമൺ. 3ഉം 4ഉം ഉണ്ടോ നോക്കി. ഇവിടെ ഇല്ല. അപ്പം 3ഉം 4ഉം വരത്തില്ല. 5ഉം 6ഉം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 5ഉം 6ഉം ആണ് കോമൺ. 5ഉം ഉണ്ട്, 6ഉം ഉണ്ട്. 5ഉം 6ഉം ആണ്. ബിക്കും സിക്കും പൊതുവായിട്ടുള്ളത് 5ഉം 6ഉം. ഇനി ബി ഇന്റർസെക്ഷൻ ഡി എടുക്കാം. ബി ഇന്റർസെക്ഷൻ ഡി ഈസ് ഈക്വൽ ടു നോക്കാം. ബിയില് 3, ഡിയിലില്ല. 3 എടുക്കാൻ പാടില്ല. 4 ഇല്ല. 5 അവിടെ ഇല്ല. 6
ഇവിടെ ഇല്ല. അപ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ട് ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ അതേതാ വരുന്നത്? ദാറ്റ് ഈസ് നൾ സെറ്റ്. 5. അപ്പോൾ യൂണിയനും ഇന്റർസെക്ഷനും എന്താണെന്ന് ക്ലിയർ ആയോ? യൂണിയൻ എന്ന് പറയുമ്പോൾ ആ പറയുന്ന രണ്ട് സെറ്റിനും ഫുൾ എഴുതുക. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ആ പറയുന്ന രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് മാത്രം എഴുതുക. അങ്ങനെയാണ് യൂണിയനും ഇന്റർസെക്ഷനും വരുന്നത്. ഇനി ഇതിൻ്റെ വേരിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീർന്നു. ഓക്കെ, താങ്ക് യു.